നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ CPMലെ പ്രാദേശിക നേതാക്കളും ശ്രമിച്ചു. ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് CPMന്റെ തന്നെ ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിലാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ഡോക്ടർ TN തോമസ് ഐസക്കിനെ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോൽപ്പിക്കുന്നതിനായി ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിച്ചതായി ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. തിരുവല്ല ടൗൺ നോർത്ത് LCയുടെ റിപ്പോർട്ടിലാണ് പാർട്ടിയിലെ വിഭാഗീയത വ്യക്തമാക്കുന്ന പരാമർശം. അടുത്തിടെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഫ്രാൻസിസ് വി ആന്റണി, ഏരിയ കമ്മിറ്റി അംഗം R മനു, മഹിളാ അസോസിയേഷൻ നേതാവ് അനു വി ജോൺ എന്നിവർ ഐസക്കിൻ്റെ തോൽവിക്കായി പ്രവർത്തിച്ചുവെന്ന് റിപ്പോർട്ടിലുണ്ട്. 2 പീഡന കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് മുൻ LC സെക്രട്ടറി CC സജിമോനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വിഷയം ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത്. ഈ യോഗം അലങ്കോലപ്പെടുത്താൻ നേതാക്കൾ ശ്രമിച്ചു. നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ പാർട്ടി 2 വിഭാഗങ്ങളായാണ് നിൽക്കുന്നതെന്നും പരാമർശിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ CPM നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കന്നീവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കണക്കുകൾ സുതാര്യമാക്കണമെന്ന ആവശ്യവും ഉണ്ട്. കടുത്ത വിഭാഗീയതയെ തുടർന്ന് LC സമ്മേളനം 2 വട്ടം നിർത്തിയിരുന്നു. പ്രതിനിധികൾക്ക് നൽകിയ റിപ്പോർട്ടിലെ വിമർശനം ചർച്ചയാകാതിരിക്കാൻ അത് തിരിച്ചു വാങ്ങിയിരുന്നു. ഡിസംബർ 11-നാണ് തിരുവല്ല ഏരിയ സമ്മേളനം നടക്കുന്നത്. അതിന് മുന്നോടിയായി ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനങ്ങൾ തീരണം. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.